പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 23 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കിയേ. ആമേൻ. വ്യാഴാഴ്ച പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തിയ കർത്താവ് ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഓരോ ദിവസവും അതിശയമായി ശ്രേഷ്ഠമായി നടത്തുന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 146 സങ്കീർത്തനത്തിൽ, യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്ന ദൈവം നമ്മുടെ പിതാവാകിയാൽ സ്തോത്രം. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ചോദിക്കുന്നതൊക്കെയും ലഭിക്കും, നൽകുമെന്നുള്ള വാഗ്ദത്തത്തിനായിട്ട് ഉറപ്പിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ കർത്താവിൻ്റെ വലിയ കൃപ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഈ പ്രഭാതി രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അവൻ ചില ദിവസങ്ങളായി നിൽക്കുന്ന മൈൽഡ് ഹെഡേക്ക് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൈൽഡായിട്ടുള്ള ഹെഡേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കാലുകൾക്കുള്ള വേദനകൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നാളുകളായി ഡയബറ്റിസ് മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡ് ഡയബറ്റിക്സ് അതിൻ്റെ റിപ്പോർട്ട് നോർമലായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് നോർമലായി തീരട്ടെ. അത്ഭുത സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നടന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആമേൻ. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപത്തെ വെറുത്ത് കർത്താവിനെ സ്നേഹിച്ച് ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ ആമേൻ പ്രയോജനമുള്ള മക്കളായി ജീവിപ്പാൻ അവരെ കർത്താവ് ഒരുക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ആമേൻ ബലപ്പെടുത്തുകയും സംരക്ഷണം കൊടുക്കുകയും ചെയ്യണം. ലോകവ്യാപകമായി ദൈവമക്കളെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒന്നിച്ച് കർത്താവെ ഇന്നത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നാളെ മുതൽ തുടങ്ങുന്ന ഉപവാസ പ്രാർത്ഥനയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വലിയൊരു റിസ്റ്റോറേഷൻ ഡേസ് ആക്കി മാറ്റുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 8 മണിക്ക് നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കുക. നാളെ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ വേണം ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുക. പലരും ആഹാരം മാറ്റിവെക്കും, പ്രാർത്ഥിക്കാൻ മറന്നുപോകും, ദൈവവചനം ധ്യാനിക്കാൻ മറന്നുപോകും. അങ്ങനെ ആകരുത്. പകൽക്കാലം കിട്ടുന്ന അവസരങ്ങൾ പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ. വൈകിട്ടാണ് നമുക്ക് മീറ്റിംഗ് ഉള്ളത്. പകൽ സമയങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവിനോട് അടുത്തിരിക്കുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ യെരമ്യാവിൻ്റെ പുസ്തകം 38 അധ്യായം അതിൻ്റെ 6 വാക്യം, ബുക്ക് ഓഫ് ജെർമിയ ചാപ്റ്റർ നമ്പർ 38 വേഴ്സ് 6. അവർ യെരമ്യാവെ പിടിച്ച് കാവൽപുരമുറ്റത്ത് രാജകുമാരനായ മിൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യെരമ്യാവെ ഇറക്കിയത്.
കുഴിയിൽ ചെളിയില്ലാതെ വെള്ളവുമില്ലാതെ ഇരുന്നു, ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യെരമ്യാവ് ചെളിയിൽ താണുപോയി. നമുക്കറിയാം, കർത്താവിൻ്റെ ഒരു ശക്തനായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു നമ്മുടെ യെരമ്യാ പ്രവാചകൻ. അവൻ മേജർ പ്രോഫറ്റിൽ പെടുന്ന ആളാണ് യെരമ്യാവ്. അപ്പം അദ്ദേഹം ആ ദേശത്ത് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവരോട് മാനസാന്തരപ്പെടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ അവർ ഈ സന്ദേശം കേൾക്കുന്നതിന് പകരം അവനെ ഒരു തടവറയിലേക്ക് തള്ളി ഭക്ഷണമോ വെളിച്ചമോ ഇല്ലാത്ത ചെളി നിറഞ്ഞ ഒരു കുഴിയിലേക്കാണ് ഇട്ട് കളഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? സത്യം സംസാരിച്ചതിനാണ് യെരമ്യാവ് നിരസിക്കപ്പെട്ടത്. പക്ഷെ അവൻ ഒരിക്കലും ദൈവത്തെ അനുസരിക്കുന്നത് നിർത്തിയില്ല. യെരമ്യാവിന് എന്താ പ്രശ്നം? യെരമ്യാവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. യെരമ്യാവ് ദൈവത്തിൻ്റെ ആലോചന മറച്ചു വെക്കാതെ പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്ന ആലോചനകളെ ഒരിക്കലും മറച്ചു വെക്കാതെ ദൈവത്തെ എൻ്റെ ആലോചന കൃത്യമായിട്ട് പറഞ്ഞു, ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചു. അപ്പം ലഭിച്ച പ്രതിഫലമെന്ന് പറയുന്നത് കുഴിയാണ്. ചേറ് നിറഞ്ഞ കുഴിയിലേക്ക് ഇട്ട് താക്കുക. അവിടെ ആഹാരമോ വെള്ളമോ ഒന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ രീതി മാറുന്നില്ല. താൻ ദൈവത്തിൻ്റെ ദാസനായി തന്നെ നിൽക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നപ്പോഴും പ്രശ്നങ്ങൾ വന്നപ്പോഴും കുഴി വന്നപ്പോഴും ആ കുഴിക്കകത്ത് കിടക്കുമ്പോഴും താൻ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇന്ന് നമ്മളും ഒരു പക്ഷേ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കുഴിയിലായിരിക്കാം. ഒരു പക്ഷേ സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിലോ ആയിരിക്കാം നമ്മൾ നിരസിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ അനുസരിച്ചതിൻ്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾക്ക് എതിർപ്പ് വന്നതും നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തിയതും ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നൊക്കെ പുറത്താക്കിയതും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള ദുഃഖത്തിലോ പ്രയാസത്തിലോ ആയി മുങ്ങിപ്പോയിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ യെരമ്യാവിൻ്റെ കഥ നമ്മളെ ഓർപ്പിപ്പിക്കുന്നത് എന്താണ്? എല്ലാം എതിരായി നിൽക്കുമ്പോഴും എല്ലാം തിരിഞ്ഞു നിൽക്കുമ്പോഴും നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുകയായിരിക്കാം, കുഴിയിലിറങ്ങിയിരിക്കുന്ന ഒരു അനുഭവം ആയിരിക്കാം, നമ്മുടെ ജീവിതം പ്രയാസത്തിൻ്റെ നടുവിലൂടെ പോകുമായിരിക്കാം. പക്ഷേ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് നമ്മളെ സഹായിക്കും. യെരമ്യാവിനെ പുറത്തെടുക്കുവാൻ ആളിനെ അയച്ചതുപോലെ നമ്മളെ അതിനകത്തുനിന്ന് രക്ഷിക്കുവാൻ കർത്താവ് തൻ്റെ ദൂതനെ അയക്കും, അല്ലെങ്കിൽ കർത്താവ് തന്നെ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കും. ഏറ്റവും അത്ഭുതകരമായ രീതിയിൽ നമ്മളെ ദൈവം വിടുവിക്കും. മനുഷ്യർ നമ്മളെ അംഗീകരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും എന്തൊക്കെ നഷ്ടങ്ങൾ വന്നെന്ന് പറഞ്ഞാലും ദൈവത്തെ അനുസരിക്കുന്നതെന്ന് പിന്മാറിപ്പോകല്ലേ, ദൈവവചനത്തെ അനുസരിക്കുന്നതെന്ന് പിന്മാറിപ്പോകല്ലേ. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുക. അവിടെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. എന്തൊക്കെ വില കൊടുക്കേണ്ട വന്നാലും ആരൊക്കെ കേൾക്കാതിരുന്നാലും നമ്മൾ ദൈവസന്നിധി എന്തായിരിക്കണം? വിശ്വസ്തരായി നിൽക്കണം. നമ്മൾ ഇവിടെ വീണാലും ഏതവസ്ഥയിലാണെങ്കിലും അവിടെ നമ്മളെ കാണുകയും അവിടെ നമ്മുടെ സഹായത്തിനായി കർത്താവ് ഇറങ്ങി വരികയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഈ യേശുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നിന്ദിതരാകുകയോ പ്രയാസപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുകയോ നിങ്ങളുടെ കുടുംബത്തിൽ തള്ളപ്പെട്ടിരിക്കുകയോ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്ത് ധൈര്യമായിട്ടിരിക്കും. യെരമ്യാവിനെ കണ്ട ദൈവം ഇന്ന് നിങ്ങളെയും കാണും. നിങ്ങൾക്ക് വേണ്ടിയും അവൻ തൻ്റെ അത്ഭുതകരം നീട്ടുക തന്നെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക, വിശ്വസ്തരായിരിക്കുക, പിന്മാറാതെ നിൽക്കുക, സത്യത്തിന് വേണ്ടി നിൽക്കുക. ദൈവം നിങ്ങളെ മാനിക്കും കേട്ടോ. കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.